അങ്ങോട്ട് കയറാം. മൊത്തത്തിലുള്ള ഒരു കാഴ്ച ഉണ്ടില്ലേ, ഉണ്ടോ? എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യമില്ല. സംഭവം അതില്ല. ഒരു പക്ഷി കരയുന്ന പറ്റിട്ടാ. എന്ത് പക്ഷി എന്ന് അറിയുന്ന ആൾ ആ ശബ്ദം കേട്ടിട്ട് മനസ്സിലായ ആളൊന്ന് കമൻറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞെങ്കിലേ പിന്നെ നമുക്ക് ഇതുപോലുള്ള ഈ പിന്നെ കാടിൽ ടെൻ്റ് ഇടൽ നിൽക്കൽ വല്ലാത്തൊരു വൈബ് തന്നെ, ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എനിക്ക്. പക്ഷെ നമ്മളെ ചില സാങ്കേതിക കാരണങ്ങളിൽ തടസ്സം കയറിച്ചു പോയില്ലേ. എൻ്റെ മുമ്പിട്ട വീഡിയോൻ്റെ എല്ലാം ഇന്നിപ്പോൾ ഞാൻ ക്യാമ്പിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സംഭവം എന്താ പറഞ്ഞെങ്കിലുണ്ടല്ലോ, എൻ്റെ ഒരു നമ്മളെ ഈ ടെൻറ്റിൻ്റെ അകത്തിടുന്ന ആ ഒരു ലൈറ്റ് ഇല്ലേ, അത് കഴിഞ്ഞ മമ്മൂച്ച ഞാനും കൂടിയിട്ട് ഒരു ഫൈനലൊരു വീഡിയോ ഇട്ടിട്ട് ഒരു ദിവസം എൻ്റെ കാറ് ഫുള്ള് ഞാൻ എവിടെയെന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പോരൻ്റെ താഴെ അങ്ങോട്ട് കയറാനുള്ള സ്ഥലം ഇല്ലാത്തതിന് വണ്ടി കയറില്ല അതിൽ ഓടിയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ആ റോഡിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. വല്ലാത്ത ആ ഒരു ചൂട് കാരണം പിന്നീട് ഞാൻ അതിങ്ങനെ എടുത്തു നോക്കുമ്പോഴേക്കുണ്ടല്ലോ ഫുള്ള് നല്ല ഇതിലുണ്ടായ ആ ഒരു ബൾബ് ബൾജായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ അത് എവിടെ ഉണ്ടെന്നും അറിയില്ല. അത് ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കായിരുന്നു. വേറെ ലൈറ്റെല്ലാം ഉണ്ട്, കുഴപ്പമില്ല. ഏതായാലും ചങ്ക് ഈ ടൈ ഒന്ന് ഊരാം. നമ്മളെ പുതിയൊരു ടൈ ഉണ്ടല്ലേ, ഇതൊരാൾ എനിക്ക് തന്നതാണ് ഗിഫ്റ്റായിട്ട്. തന്നൊരു വ്യക്തി നല്ലൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര്, അയാൾക്ക് ഈ പേര് വെളിപ്പെടുത്തുന്നതിലൊന്നും വലിയൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. നമ്മളെ ലൈറ്റ് ഉണ്ടല്ലേ, ലൈറ്റ് ഉണ്ട്. നമ്മളെ പില്ല അവിടെ പോയി. യെസ്, എൻ്റെ പുതിയൊരു ഫാൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ചൂട് കാലമല്ലേ, ഇതാ കണ്ട പുതിയ ഫാന്. ഈ ഫാൻ നമുക്ക് ബാറ്ററിയിൽ പവർ ബാങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഏതായാലും ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റു ലൈറ്റ് കാണുന്നില്ല, അതാണ് പ്രശ്നം. ഏതായാലും ചായ കുടിക്കണം. ബ്രെഡുണ്ട്, പഞ്ചസാരയുണ്ട്. ഞാനൊന്നും നോക്കിയിട്ടേ ഇല്ല. ഇപ്പോൾ ഏതെല്ലാം സാധനം തീർന്നു. ഇത് 2 മുട്ട ഞാൻ വാങ്ങിയതാണ്. ഇഷ്ടംപോലെ വിറകുണ്ടല്ലോ, ഒരുപാട് വിറകുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ആ വിറക് കടന്ന വിറകിനൊന്ന് എണിപ്പിച്ച് ഇരുത്തിയിട്ട് ഒരു 2-3 കല്ല് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് പുറത്ത് തന്നെ ചായ വെക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ തീപ്പെട്ടിയില്ല, സിഗർ ലൈറ്ററുമില്ല. കാരണം ഞാൻ പുകയിലിക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇല്ല, ഒന്നുമില്ല. ഇതെൻ്റെ മൈക്കും, എൻ്റെ ഫോണിൻ്റെ മൈക്കും അതിൻ്റെ റിസീവറാണ്. പിന്നെ നമുക്ക് മറ്റേ ഇതാക്കേണ്ടി വരും. ഇത് ഇതെൻ്റെ വെണ്ണ, നെയ്യ്. വെണ്ണ എന്ന് പറഞ്ഞാൽ വെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓംപ്ലേറ്റ് അല്ല, സോറി, നമുക്ക് ഇതാക്കിയല്ല, ബ്രെഡ് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊരു സ്പെഷ്യലാക്കാം ഈവനിങ്ങിന്.
ഫുള്ള് ചൊരണ്ടിട്ട് നോക്കിയാ കോലം നോക്കിയാ ഫുള്ള് കാല വീണിട്ടുണ്ട്. നമ്മളെ പാട്ട, നമ്മളെ പ്ലേറ്റ്, മല്ലിപ്പൊടി എന്ത് വടക്കേറ്റുണ്ടോ? ഇതാ നമ്മ ഞാൻ ഇത് തൊട്ടിട്ടേ ഇല്ലല്ലോ അതിൻ്റെ അടുക്ക്. ഗ്യാസെല്ലാം ഓക്കെ. ഇതിലൊരു കാൽഭാഗം അതിനേക്കാളും കുറച്ചും കൂടുതൽ. ഇതെങ്ങനെയുണ്ട് എൻ്റെ ഈ പുതിയൊരു സാസർ? പൊളിയല്ലേ? അപ്പം നമ്മളെ ഫാനിൻ്റെ പ്രവർത്തനം കൂടി എങ്ങനെ നോക്കാം. ഒരു ഒരുപാട് കേബിൾ ഐറ്റംസ് എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. സി പോർട്ട്, ഡി പോർട്ട്, എൽ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോർട്ടുകളായിട്ടുള്ള നമുക്കൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റിയിടത്തോളം കേബിൾസ് ഇന്ന് എൻ്റെ കയ്യിൽ ഇതാണ് അവൈലബിൾ ആണ്. ഇതായിരിക്കും. Yes, correct. Where is my power bank? Did you see? ഇതാ പവർ ബാങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൻ്റെ ഈ ഒരു സാധനം ഇവിടെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനല്ലേ കുതിത്ര ഉണങ്ങുന്നുണ്ട്. വാവ്, എന്താ വർക്കിംഗ് പ്രോപ്പർലി കാണാൻ പറ്റുന്ന 2 സ്പീഡുണ്ട്. ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഇത് ഹൈ സ്പീഡാണ്. കണ്ട കാണാൻ പറ്റുന്നുണ്ടോ? ഹൈ സ്പീഡ്. ഏതായാലും കുറച്ച് കാറ്റുള്ള നല്ല രാത്രി നമുക്ക് ഇതിങ്ങനെ കിടന്നെങ്കിൽ ഇങ്ങനത്തെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ മതി. 2-3 ദിവസമെല്ലാം ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ബാറ്ററി ബാക്കപ്പ് എല്ലാം ഉണ്ടാവും. ഈ പുല്ല് കിടന്ന് വന്നേ ഒരുപാട് കൊതുണ്ടല്ലോ ഇവിടെ. കുടുങ്ങി ഇവിടെ കിടക്കാൻ പറ്റുമോ? കിടക്കാം. കൊതുകുണ്ട്. കൊതുക് എഴുതാന്ന് പറഞ്ഞത് എന്ത് പറ്റി?
ഗൈസ് അപ്പം ഞാൻ നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കൂടിയിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ചെറിയൊരു വഴി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടതിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി. ചുറ്റും നല്ല കാടാണ്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പന്നിയ കാര്യങ്ങളോ മറ്റുണ്ടെങ്കിൽ ഇവിടെ ഓടിച്ചെങ്കിൽ നമുക്ക് ഓടാനുള്ള ഒരു വഴിയും കൂടി പ്രോപ്പറായിട്ട് ഇവിടെ ഇല്ലയെന്ന്, അതാണ് പ്രശ്നം. നമുക്കൊന്ന് എടുത്ത് ചാടിയിട്ട് ഈ ക്യാമറയും കാര്യങ്ങളും ഇതെല്ലാം പിടിച്ചിട്ട് ഓടണ്ടേ. ഫുള്ള് ബല്ലയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിക്കണ്ട, കണ്ടില്ല ഇതാ ഇതിലെങ്ങനെ ഓടൽ. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിൽ ടെൻറ്റിൻ്റെ ഇടയിലേ കൂടിയിട്ട് പോവുമായിരിക്കുമല്ലോ. നടന്ന് വണ്ടിയിലേറി ഈ ചൂടും കാര്യങ്ങളെല്ലാം ആയിട്ട് വല്ലാത്തൊരു മടിയാണ്. ഒന്നും ചെയ്യാൻ തോന്നില്ല, മടിയാണ്. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടതിനൊരു കമൻറ്റും ലൈക്കും കാര്യങ്ങളും തരണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ചെറപറ പറഞ്ഞിട്ട് വല്ലാണ്ട് ചൂടും കാരണമല്ലായിട്ട് ഞാൻ കിടന്ന് ചായയും വെച്ചിട്ടൊന്നും വെച്ചിട്ട് കിടന്ന് കുറച്ച് മയങ്ങിപ്പോയി. ഇപ്പോൾ എനിക്ക് എത്ര സമയത്തിലാണ് നോക്കട്ടെ, ഇങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. കാണാൻ പറ്റുന്ന 6:57 മണി കിട്ടി. ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് കിടന്നത് ഞാൻ ഉറങ്ങിയിട്ട്. ഇപ്പോൾ ഇതാ ചൂട് താങ്ങാൻ പറ്റേണ്ടതാ ഇതിൻ്റെ ഒരു ഷേപ്പായത്. ശരിക്കും ഇരുട്ടായി. നമ്മൾ ഈ ഒരു ലൈറ്റ് ചാർജിന് ഇടാഞ്ഞിട്ട് കണ്ടില്ലേ, ഫുള്ള് ചാർജിങ് ഡൗൺ ആണ്. രാത്രിയാകുമ്പോൾ ചെറിയൊരു പേടിയെല്ലാം ഉണ്ട്. വേറെന്തല്ല, പന്നീൻ്റെ കുറച്ച് പേടിയുണ്ട്. പിടി പിടി പിടി. മൂന്നാല് പടക്കം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കായിരുന്നു. കഴിഞ്ഞ വിഷുവിൻ്റെ അതിന് പിന്നെ ആ റാശി കുറച്ച് പടക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അവൻ ചോദിച്ചത് നിങ്ങൾക്ക് വേണമെന്ന്. ഞാനാണെങ്കിൽ വേണ്ടെന്നും പറഞ്ഞു. ഈ ഒരു സമയമെല്ലാം ആകുമ്പോഴേക്കാണ് ഈ പന്നി കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നത്. ഓക്കെ, ഇതൊരിപ്പോൾ തീ കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ചായ ഉണ്ടാക്കാം. റെഡി ഉണ്ട്, വർക്കിംഗ് പ്രോപ്പർലി. ഇനിയിപ്പോൾ ഞാൻ ലേശം വെള്ളം എടുത്തിട്ട് ശരിക്കും അറിഞ്ഞുണ്ടല്ലോ ഈ ഭാഗത്ത് മറ്റേ ഒരു ചക്കളീൻ്റെ മണമുണ്ട്. എനിക്കൊന്ന് മറ്റേ പാമ്പായിട്ടുണ്ടാവും തോന്നുന്നുണ്ട്.
അതിൻ്റെ ഏകദേശം കഴിയാനായി വെളി ഫുള്ള് ഡൗണ്. അത് കത്തിയിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്ന ചായ ഉണ്ടല്ലോ, ഇപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ പാലൊന്നും വാങ്ങിയിട്ടില്ല. എന്തെങ്കിലും പാൽ ഒന്നാമത് എനിക്ക് കഫത്തിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ കുറച്ച് ഞാൻ പാല് കുറച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടേന്. ഓക്കെ, മതി, അത്ര മതി പഞ്ചസാര. ഇനി ഇതിന് കുറച്ച് ചായപ്പൊടി അങ്ങോട്ട് ഇട്ടെങ്കിൽ സംഭവം തിളച്ച് വരുന്നുണ്ട്. യെസ്, ചായപ്പൊടിയും കിട്ടി. നമുക്ക് ചെറിയ ലൈറ്റ് പൊടിയല്ലേ വേണ്ടേ? പോരെ, മതി, ധാരാളം. ഇതും പിന്നെ ഇന്ന് ലൈറ്റും കുറവായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നെ ബ്രെഡ് ഫ്രൈ ആക്കാനൊന്നും ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ഏതായാലും നമുക്ക് നാളെ മറ്റേ ചെയ്യാമല്ലേ? സംഭവം തിളച്ചിരുന്നുണ്ട്. ഓൾറെഡി ബ്രെഡ് ഉണ്ടല്ലേ. ഇപ്പോൾ കുറച്ചും കൂടി ഫ്ലെയിം കൂട്ടി കൊടുക്കുക, പെട്ടെന്ന് തിളക്കട്ടെ. പിന്നെ കുറേ സമയം നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് പിന്നെ അത്ര ശരിയെന്ന് നമുക്ക് തോന്നുന്നില്ല. അയ്യോ, അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഈ തനിച്ചുള്ള ഒരു സോളോ ക്യാമ്പിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈ ചെയ്യുന്നുള്ളത്. കാരണം മമ്മൂച്ചാവില്ല ആരുമില്ല. അപ്പോൾ കുറേ ആളിപ്പോൾ നമ്മളെ മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടായവരെല്ലാം പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി മുമ്പോട്ട് ആരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. പിന്നെ കൂടെ ആളാരെ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇല്ല എനിക്കിപ്പോൾ. തനിച്ചിന് ചെയ്യേണ്ടി വരും സോളോ ക്യാമ്പിംഗ് ആയിട്ട് തന്നെ. കുഴപ്പമില്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ടൊന്ന് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഡിസ്ക്രിപ്ഷൻ അല്ല, വീഡിയോയിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യണം. അപ്പോൾ നല്ല പോലെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ, ഏതായാലും ഞാനിപ്പോൾ തീ ബന്ധാക്കുന്നുണ്ട്, മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ സോളോ ക്യാമ്പിങ് കാര്യങ്ങളും അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒക്കെ കൂടെ ആരും നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ടും വേണ്ടി കാണുക, മുമ്പത്തെവരെല്ലാം കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണം. എങ്കിലും മുമ്പോട്ട് ഞാൻ നല്ല നല്ല കണ്ടൻറ്റ് ഞാൻ ഇതുപോലെ ഞാൻ എന്തായാലും ചെയ്യും, ഷുവറായിട്ട്. അത് നിങ്ങളുടെ ഒരു ഫുൾ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഏതായാലും ഞാൻ ചായ ഒന്ന് റെഡിയാക്കട്ടെ. ഞാൻ എൻ്റെ ഒരു അരിപ്പ കൂടിയാണോ ഇതിൽ. ഞാൻ ലേശം ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ശരിക്കും ഇപ്പോൾ പുറത്തിങ്ങനെ നിൽക്കാൻ എനിക്ക് നല്ലൊരു പേടിയുണ്ട്. കാരണം എന്തില്ലെങ്കിൽ പന്നി ഭയങ്കര ഉണ്ടെന്ന് ഇടാം ഈ ഭാഗത്ത്. പന്നീൻ്റെ ഭയങ്കര ശല്യമാണ്. ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കുമ്പോഴൊക്കെ ഇത് ഗ്ലാസ് പൊട്ടുമെന്നറിയില്ല, കാലിച്ചല്ലേ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഇതാ നമ്മളെ കട്ടൻ ചായ റെഡി. അത്യാവശ്യം പൊടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാല്ലേ. ഇത് എന്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട്
ഒരു ബ്രെഡ് ഞാൻ വാങ്ങി, പക്ഷെ വാങ്ങിയെന്ന് പറഞ്ഞെങ്കില്ല ഭയങ്കരത്തിൽ പൊടിയാന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരത്തിൽ പൊടിയാന്നുണ്ട്. ഞങ്ങളിവിടെ ഈ ഡെയിലി ഫുള്ള് ഡൗൺ ആയി കണ്ട വെളി ഞാൻ കാണിച്ചു തരല്ലേ, എന്താ ഫുള്ള് ഡൗൺ കണ്ടില്ലേ. ഇനി ഏതായാലും ഇത് കടത്തി വെക്കലല്ലാണ്ട് വയ്യില്ല. ചാർജിന് കുത്തിയിടേണ്ട മാസങ്ങളായില്ല ഇത്, അത് കാരണം ഇങ്ങനത്തെ ഒരു ഫോൾട്ട് സംഭവിച്ച. ഇതുപോലുള്ള ഒരു പിന്നെ ക്യാമ്പിങ് എവിടെ ഹിന്ദിക്കാരാണ് അല്ല ഹിന്ദിയിലായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബ്രെഡ് ഒന്ന് കഴിക്കാം. ഓക്കെ, ഒന്ന് കഴിക്കുന്നോ? ബ്രെഡ് വേണോ? ബ്രെഡ് വേണം, ഒന്ന് കഴിച്ചോളാം. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ അറിയാതെ പോലെ എനിക്ക് കുറച്ചും കൂടി ധൈര്യം വരുന്നുണ്ട്. അതെന്ത് കാരണം എന്നറിയാം. നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു പേടിൻ്റെ ഒരാളുണ്ടല്ലോ ഭൂലോകത്തുണ്ടാകും. ഏതായാലും ഇന്നൊക്കെ രാത്രിക്ക് ഇത് മതി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ രജനീഷ് പിന്നെ ട്രിവാൻഡ്രം ജില്ലയിലത്തെ ഒരാളെല്ലാം പിന്നെ ഞാൻ ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ ഡു ക്യാമ്പിങ് വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കാരണം തന്നെ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് വന്നിട്ടുണ്ട്. മുമ്പോട്ട് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം എല്ലാവരും കാണുന്നത്. കാരണം ഇപ്പം എനിക്ക് വ്യൂസ് വളരെ കുറവാണ്, വളരെ കുറവ്. അത് കാരണമുണ്ട് എൻ്റെ പിന്നെ നമ്മളെ നൗഷാദ് ഖാൻ്റെ ഒരുപാട് സബ്സ്ക്രൈബർ എൻ്റെയും കൂടി സബ്സ്ക്രൈബർ ആയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഇടാൻ പറ്റിയില്ല അതേപോലെ. പക്ഷേ എങ്കിൽ ഇക്കാക്ക് വെയിറ്റിംഗ് ഇഷ്ടമാണ്. ഒരു മാസം ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അയാൾക്ക് സംഭവിക്കില്ല. പക്ഷെ എൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയല്ല, പെട്ടെന്ന് ഡൗണായി പോകും ആൾക്കാർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് തന്നെ നൗഷാദൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ പണിക്കാരൻ ബ്ലോഗിലത്തെ. അത് ഒരുപാട് എന്നെ ഷൗട്ട് ചെയ്ത്, നീ എന്തോന്നാടാ ഈ കാട്ടണേ, നീ ഒരു വീഡിയോസോ കാര്യങ്ങളൊന്നും ശരിക്കായിട്ടൊന്ന് ക്യാമ്പിങ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഒരുപാട് അയാളെ സബ്സ്ക്രൈബറും കൂടിയിട്ടാണല്ലോ എൻ്റെയും കൂടി സബ്സ്ക്രൈബ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ, അയാളോടായിട്ട് പറഞ്ഞു നിങ്ങളെ കാസർഗോഡ് ചങ്ങായി എന്താണ് കാണിക്കുന്നത്, ഒന്നും ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല ക്യാമ്പിങ് സംബന്ധമായിട്ടുള്ള. അപ്പോൾ അയാൾക്ക് പിന്നെ പേഴ്സണലി പിന്നെ വാട്സപ്പിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, വോയിസ് എനിക്കും കൂടി ഫോർവേഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് പിന്നെ ചെയ്യാതെ ഒരു നിർവാഹമില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുമ്പത്തെ പോലെ എല്ലാവരും വീഡിയോസ് മുഴുവനായി കാണാം. കാരണം നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ തനിച്ചുള്ള ഈ ഒരു രാത്രിയുള്ള നൃത്തവും കാര്യങ്ങളും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ഒരു ലൈക്ക്, ഒരു കമൻ്റ് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ പറയാതെ തന്നെ.
ഇനിയിപ്പോൾ ഒന്നും വേണ്ട. ഞാൻ ഇത് തിന്നിട്ട് ഞാനൊന്ന് ടെൻറ്റ് ബന്ധാക്കിയിട്ട് ഞാൻ കിടക്കാൻ പോകുന്നുണ്ട്. കാരണം എന്താ പറയുക, കുറച്ച് നേരം നിൽക്കായിരുന്നു. ഇവിടെ ചെറിയൊരു മറ്റേ ഈ ചക്കളീൻ്റെ ഒരു മണം വരുന്നുണ്ട്. അതിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ പാമ്പുണ്ടാവുന്നത് ഞങ്ങൾ അറിയില്ല. ആ ഒരു മണം നേരത്തെ ഉണ്ട്. നേരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6 മണിൻ്റെ ശേഷം ഉണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ആ പഴം തിന്നത് കാരണം വയറൊക്കെ ഫുള്ളായിട്ട് തിന്നുണ്ട്. 1 കിലോ പഴം തിന്നത്. നമുക്ക് നമ്മളെ ഷോപ്പിൻ്റെ ആൾ തന്നതാണത്. പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. വീട്ടിലത്തെ മറ്റേ അയാൾ തന്നു. ഞങ്ങൾക്ക് പുറത്ത് കാണിച്ചിരുതാ പക്ക കൂരാ ഇരുട്ടാണ്. കണ്ട ഇല്ല, കാണാൻ പറ്റണ്ട. ഇതാ ആ ഭാഗത്ത് 2 കണ്ണ് മിന്നുന്ന കാണുന്നുണ്ട്. കണ്ട, ശരിക്കും സൂക്ഷിച്ച് നോക്കിയേ. കുറച്ച് സൂം ആക്കിയിട്ട് കാണിക്കട്ടെ. കണ്ട, അവിടെ ഒരു പോയിൻ്റ് കണ്ടില്ലേ? അത് 2 പോയിൻ്റ്. ഓക്കെ, കാണുന്ന കാണും, ഇത് കാണും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. കാരണം എന്തില്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ പിരിച്ചിട്ടെല്ലാം കിടക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടുണ്ടല്ലോ. ഏതായാലും നമുക്ക് ബാക്കി കാഴ്ചകളും കാര്യങ്ങളെല്ലാം നാളെ കാണാം. ഓക്കെ, രാവിലത്തെ മോർണിംഗ് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നാളെ രാവിലെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഉറങ്ങി എണിക്കാൻ കുറേ നേട്ടെ. രാത്രി മഞ്ഞുണ്ടായിരുന്നു. മഞ്ഞിൻ്റെ ഇത് ഉണ്ടല്ലേ, അത്യാവശ്യം കണ്ടു, നല്ല മഞ്ഞുണ്ടായി. ചായലും വെച്ച് കുടിച്ചിട്ട് ഒരു ഇമ്മിണി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഇതാക്കിയിട്ട്, ബ്രഷ് ഉണ്ടായിന്, അത് എവിടെ മിസ്സായിന്. ജസ്റ്റ് എന്നിട്ട് ഏതായാലും ഒരു കട്ടൻ ചായട്ട് കുടിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഈ ചായയും കുടിച്ചതിന് ശേഷം ഞാൻ നേരെ ഇടുന്ന് ടെൻറ്റ് മടക്കിയിട്ട് ഞാൻ പാക്കപ്പ് വന്നിട്ട്. ഓക്കെ, സോ ഗൈസ്, ഫൈനലി ഞാൻ അവിടുന്ന് നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ട് ടെൻറ്റെല്ലാം മടക്കിയിട്ട് കുറച്ച് നടന്നിട്ട് അപ്പോൾ നല്ലൊരു വ്യൂസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ സൂര്യൻ്റെ ഉദയം തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ചക്രവാളത്തു നിന്ന് സൂര്യന് വല്ല തലവക്കി തുടങ്ങി. അപ്പോൾ എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ,
വീഡിയോസ് നിങ്ങൾ മുഴുവനായി തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.